നമസ്കാരം. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാനൊരു മൈക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പം ഉള്ളവരുടെ പോഡ്കാസ്റ്റ് ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നി ഇങ്ങനെ ഒരു മൈക്ക് സ്റ്റാൻഡ് വേണമെന്ന്. അപ്പം എൻ്റെ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു മൈക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കി. എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. കാരണം ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ ഒരു കഥ തന്നെയാണ്. എനിക്ക് യാത്രയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഒരുപാട് നാളുകളായി യാത്രയ്ക്കൊക്കെ പോയിട്ട്. അങ്ങനെ ഞാൻ കാശ് കുറച്ചൊക്കെ കൂട്ടി വെച്ച് ഞാൻ യാത്ര തുടങ്ങി. ഞാൻ തന്നെ സൂക്ഷിച്ച് വെച്ച പൈസയിൽ നിന്ന് തന്നെ പെട്രോളും ഒക്കെ അടിച്ച് യാത്ര തുടങ്ങി. അങ്ങനെ ഞാനൊരു ബീച്ചിലെത്തി കുറച്ചങ്ങ് മാറി ഈ തണൽ മരമുണ്ട്, തെങ്ങുണ്ട്, അതിൻ്റെ അടിയിൽ ഞാൻ പോയിരുന്ന് ഞാൻ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കടലിലെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ നോക്കിയപ്പം ദൂരെ ഈ കടലിനോട് ചേർത്ത്, കടലിലും കരയോടും ചേർത്ത് കുറച്ച് കല്ലിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. അതിൻ്റെ എന്തോ പേര് എനിക്കറിയത്തില്ല, വലിയ കല്ല. അപ്പോൾ എനിക്കൊരു ആഗ്രഹം അവിടെ പോകണം, അതൊന്ന് കാണണം. അങ്ങനെ ഞാൻ കുറേ നടന്ന് ആ കല്ലിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് അതിൻ്റെ മേളിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ സിമ്പിളായിട്ട് കയറാൻ പറ്റും, ഇങ്ങനെ കല്ലിങ്ങനെ ഇടിക്കുന്നുണ്ട്, ചവിട്ടി കയറാൻ എളുപ്പമാണ്. അതിൻ്റെ മേളിൽ കയറി. അപ്പം കടൽ നന്നായിട്ട് കാണാൻ പറ്റും. കടൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഞാൻ ഇങ്ങനെ കൂവുകയും കർച്ചീഫൊക്കെ എടുത്ത് കറക്കുകയൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു. അപ്പം തൊട്ടടുത്തും ഇതുപോലെ തന്നെ കല്ല് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇറങ്ങി. ഈ കയറുന്നത് പോലെയല്ല ഇറങ്ങുന്ന കുറച്ച് പാടാണ്. കാരണം ഇങ്ങനെ കല്ല് വേറെ ഇതിലായിരിക്കും കിടക്കുന്നത്. അപ്പം നമ്മൾ തെന്നി വീണ് കഴിഞ്ഞാൽ കല്ലിലോട്ട് വീഴും. അപ്പോൾ തൊട്ടടുത്ത് ആ കല്ല് കിടക്കുന്നു. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ വളരെ പേടി തോന്നി. കാരണം എന്ന് വെച്ചാൽ ആ കല്ലിലോട്ട് ഈ തിരമാല അടിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടി. എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ മരണത്തിൻ്റെയൊക്കെ ഇത് കാണത്തില്ലേ, അതുപോലത്തെ പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും ഡേഞ്ചറാണ് അത് വരുന്ന ആ കല്ലിലോട്ട് ഇത് വരുന്നത്. ഇനി അവിടെ വല്ല ആഴവും കുഴിയും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീഴുമെന്ന് ഒരു പേടി ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ നെഞ്ചിലിങ്ങനെ ഹൃദയമെടുപ്പ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ഇനി നിൽക്കണ്ട, പോയേക്കാം. കാരണം അതിൻ്റെ അവിടെ വല്ലതും ചവിട്ടി കയറാൻ നോക്കിയാൽ തീർച്ചയായിട്ടും പായൽ തെന്നി നമ്മൾ വീഴും, ചിലപ്പോൾ കടലിലോട്ട് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞ് വേണ്ട, ഇനി ഇത് അപകടമായിരുന്നു, അതുകൊണ്ട് പോയേക്കാം. അങ്ങനെ ഞാൻ അത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ ഞാൻ ഇരുന്ന സ്ഥലത്ത് തന്നെ വന്ന് അങ്ങനെ ഭക്ഷണം, എൻ്റെ കയ്യിൽ വെള്ളവും ആപ്പിളും പഴമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ കുറച്ച് ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പാട്ടൊക്കെ ഇട്ട് ബീച്ചിലെ ആ ഒരു കാറ്റും അതിലെ ആ ഒരു വെളിച്ചമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഒരു 4 മണിയായപ്പം തിരിച്ചു വീട്ടിലോട്ട് വന്നു. പക്ഷേ എനിക്ക് ആ യാത്രയിൽ എനിക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത് ആ തിരമാല അടിക്കുന്നത് കണ്ടപ്പോൾ. ആ കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ആ സ്ഥലത്ത് തിരമാലകളാണ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആ ഭാഗത്തോട്ടൊന്നും അധികം പോകില്ല. പിന്നെ ഞാൻ പോയെന്ന് വെച്ചാൽ എനിക്കൊരു ആഗ്രഹം, എന്താണ് അവിടെ ഉള്ളത്, എന്താണ് ഇത് കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് കാണണം, എനിക്ക് ഒരാഗ്രഹം വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഇനി എന്തായാലും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, കാരണം അവിടെ എന്താ ഉള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയൊക്കെ ഈ കല്ല് ഇട്ടിരിക്കുന്ന സ്ഥലത്തൊന്നും നമ്മൾ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം എൻ്റെ ഈ ചെറിയ ഒരു യാത്ര കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലുള്ള
നല്ലതും ചെറിയൊരു അല്ലെങ്കിൽ ഒരു പേടിയുള്ളൊരു ഓർമ്മ നിങ്ങൾക്കും കാണും. അപ്പം നിങ്ങളും അത് ഇതുപോലെ ഷെയർ ചെയ്യുക. ഒരുപാട് നല്ല നല്ല യാത്രകൾ നിങ്ങൾ ചെയ്യുക. ജീവിതത്തിൽ ഒരുപാട് മധുര മനോഹര സ്വപ്നങ്ങൾ സമ്പാദിക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയും പിന്നെ ഞാനുണ്ടാക്കിയ ഈ മൈക്ക് സ്റ്റാൻഡും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബായ്.